നീ ആ സിഗരറ്റും കൂടെ എടുത്ത്. അവള് നിൽക്കുന്നു, ഇപ്പൊ തന്നെ വേണം. ഓപ്പ് അവള് കണ്ടാ എനിക്കെന്താ? അവളല്ല, ഇനി ആര് കണ്ടാലും എന്തുവാ? എല്ലാം തീർന്നില്ലേ ഇന്നലെ കൊണ്ട്? ഗൗതം, ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഈ ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ അവൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്തിനും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവന് വലുത് മറ്റെന്തൊക്കെയോ ആയിരുന്നു. എൻ്റെ പേര് ഗൗതം. പല്ലവിയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ലോകത്ത് ആരെക്കാട്ടിലും കൂടുതൽ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കറിയാം ഞാൻ അവളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന്. പക്ഷെ എനിക്കറിയില്ല, നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴും അവർ നമ്മുടെ ആരും അല്ലെന്ന് തോന്നുന്നില്ലേ? അതിനേക്കാളും വലിയ വേദന മറ്റൊന്നുമില്ല. എന്താണ് രണ്ടുപേരോട് അതിരാവിലെ ഇങ്ങോട്ട് വരാനുള്ള കാരണം? അതിനു മുമ്പ് എന്താ കുട്ടിയുടെ പേര്? പല്ലവി. ഞാൻ ഗൗതം. നിന്നോട് ചോദിച്ചോ? ഇല്ല. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. അവൻ പറയാൻ വന്നിരിക്കുന്നു. എപ്പോൾ ചോദിക്കാം? എടാ, നിന്നെ പോലുള്ള ഒരു കാരണമാണ് ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കരയേണ്ടി വരുന്നത്. എനിക്ക് ഡിവോഴ്സ് വേണം. വേണം, അത് തന്നെ വേണം. ആഹാ, എന്നാ എനിക്ക് വേണം. നീ മിണ്ടരുത്. പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു തരാനേ ഇത് അമ്പലത്തിലെ പ്രസാദമൊന്നുമല്ല. നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതേ നിങ്ങളെ വേർതിരിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി നിങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ സമയം എടുക്കുന്നത് കൊണ്ടാണ് സാർ വിവാഹമോചനം പാമ്പും വെട്ടുകത്തിയും വിഷക്കുപ്പിയുമായി മാറുന്നത്. ഈ സൊസൈറ്റി വെറും ആണ് സാർ. സാർ, ഞാൻ പറയുന്നവർക്കെതിരെ കേസെടുക്കാൻ സാറിന് പറ്റുമോ? 21 വയസ്സിനപ്പുറം കല്യാണ തീയതി ഇല്ലെന്ന് പറഞ്ഞ ജോത്സ്യൻ, ആ പരട്ട ജോത്സ്യന്റെ വാക്ക് കേട്ട് എന്റെ കല്യാണത്തിന് നിർബന്ധിച്ച എന്റെ അച്ഛൻ, കല്യാണം കഴിഞ്ഞില്ലയോ എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന റിലേറ്റീവ്സ്, എന്റെ അച്ഛനേക്കാൾ ഉത്തരവാദിത്തം കാണിച്ച നാട്ടുകാർ തെണ്ടികള്, പെൺകുട്ടികൾക്ക് 18 തികഞ്ഞു എന്ന് നോക്കി നടക്കുന്ന ബ്രോക്കർമാർ, ഇതിനൊക്കെ ഉപരി അറേഞ്ച് മാരേജിനേക്കാൾ നല്ലത് ലവ് മാരേജ് ആണെന്നും അതിനൊരു ബോണ്ടിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ലൈഫ് ലോങ് ലവും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചത് ഈ നാറിയ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു തെറ്റിദ്ധാരണയാണ്, നിങ്ങളുടെ എടുത്തിയാട്ടം. നിങ്ങളൊന്ന് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇത്. ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എന്നോടോ. കുഴപ്പമുണ്ട് സാർ, അങ്ങനെ കണ്ണി കണ്ടവരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയാം സാർ. ഞാൻ പറയാം സാർ. എന്താ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കോളേജിൽ എന്തിൻ്റെയോ സ്ട്രൈക്കായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അവളെ കാണുന്നത്. ഹലോ രവിന്ദേ, ഇവിടെ ഭയങ്കര വിഷയമായിട്ടിരിക്കുക. അവർ കുറെ നേരമായി അകത്തോട്ട് പോയിട്ട് ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. കാര്യം എന്തോന്നും നീ അറിഞ്ഞില്ലായിരുന്നോ? എല്ലാരും കൂടി നമ്മളാ ബർത്ത്ഡേ ആഘോഷിച്ചാണോ പ്രശ്നമായത്? ആ, അത് തന്നെയാണ് വിഷയം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. പിന്നെ ആരൊക്കെ ഉണ്ട് അവിടെ? ഇവിടെ ഇപ്പൊ ജെസ്സി ഉണ്ട്. ജെസ്സി മാത്രം വന്നിട്ടുള്ളൂ. ഓ, നിനക്ക് സന്തോഷമായി കാണുമല്ലേ? ആരും ഇല്ല. ഞാൻ ജെസ്സിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവിയുടെ തന്ത എങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അറിയാവല്ലോ മോനെ. ഇല്ലടാ, വീട്ടിൽ നിന്നും വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് ആര് വരാനാ? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. വേറെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നാലും എന്ത് പറ്റടാ? അവളെ പൊക്കിയടാ. എന്നിട്ട് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇവളോടൊന്നും തോന്നിയില്ല. പക്ഷേ എങ്ങനെ മിണ്ടി തുടങ്ങി.
എൻ്റെ പൊന്നു ചേച്ചി ഇടിച്ചിടുവോ? ഫസ്റ്റ് ഇയർ ആണോ? ആ അതെ, അതങ്ങനെ മനസ്സിലായി. അത് നിന്റെ സ്ട്രൈക്ക് റോള് കണ്ടപ്പോ മനസ്സിലായി. നമുക്ക് മുങ്ങിയാലോ? അതങ്ങനെ നീ എന്റെ കൂടി നിന്നാ മാത്രം മതി. നിക്ക്. പെട്ടെന്ന് അവൾ എൻ്റെ കൈ കയറി പിടിച്ചു, എന്നിട്ട് എന്നെ ക്ലാസ്സിലേക്ക് പിടിച്ചു വലിച്ച് കയറ്റി. എന്നിട്ട് എന്നിട്ട് പിന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായോ? പല്ലവി കൈ കയറി പിടിച്ചുകൊണ്ടാണ് യൂതത്തിന് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയത്. അതെന്താ സാർ, നിങ്ങൾ ബോയ്സിന് മാത്രമേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉള്ളൂ, ഞങ്ങൾ ഗേൾസിനും ഉണ്ട്. എന്ത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ഏയ് ഒന്ന് പേര് പറഞ്ഞിട്ടോടോ. പല്ലവി. ഏ പല്ലവി, ഗൗതം. ആരുടെ ഇടിച്ചിട്ടത്? വിനായക്. വിനായക് ഏതാടാ ഇവൻ? ഇൻട്രോ സമയത്താണോടാ ഫ്രെയിമിൽ കയറി നിൽക്കുന്നത്? അണ്ണാ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ഉടനെ വേണോ? അതോ ഇട്ടേര് ബാ. അന്ന് കോളേജിൽ പോകണ്ടല്ലോടാ അവളെ കാണാൻ പറ്റിയത്. അത് ശരിയാ, സസ്പെൻഷൻ കഴിഞ്ഞ് അന്ന് തന്നെ പോയത് കാര്യമായി, അതുകൊണ്ട് അവളെ കാണാൻ പറ്റി. നീ എന്തിനാണ് അവനെ തല്ലി? അവന്റെ ഒരു അവഞ്ചേഴ്സിന്റെ ടീഷർട്ട് നമുക്കൊന്നും ഇല്ലാത്തതിന്റെ അതിന് നിനക്കുണ്ടോ? ഇല്ല പിന്നെന്തോ. 4 കൊല്ലമായി മരുന്ന് പോലും ഒരെണ്ണത്തിന്. അവനൊക്കെ ഫസ്റ്റ് ഇയേഴ്സാ. ഗൗതത്തിന് മാത്രമല്ല സാർ, വിനായകനും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആരോട്? എന്നോട്. പിന്നെ നിങ്ങൾ തമ്മിൽ എവിടെ വെച്ച് കണ്ട്? ആരാ ഇഷ്ടമാണെന്ന് ആദ്യം തുറന്നു പറഞ്ഞേ. എവിടെ വെച്ചാ പിന്നെ കാണുന്നത്? അതിനുള്ള സ്ഥലം നമുക്ക് ഫ്രണ്ട്സ് ഉള്ളത്. എനിക്കത് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. Why should boys have all the fun? എനിക്ക് അവളെ ഇഷ്ടമായി. അന്ന് നമ്മൾ കോളേജ് വെച്ച് കണ്ടിട്ട് പിന്നെ സ്റ്റെപ്പ് വെച്ച് വന്നില്ല. കണ്ട് അതിനില്ല എന്നാലും ഏതായിരിക്കും അവള്? എന്നാലും എന്താ പറയാ, വെറുതെ ഇരിക്കുന്ന മനുഷ്യൻ ഓരോന്ന് പറഞ്ഞ് നടക്കല്ലേ. അതെന്താണ് എനിക്ക് മാത്രം പ്രേമിച്ചാൽ മതിയോ?
ഇത്രയും നാൾ ഞാൻ സിംഗിൾ ആയിരുന്നില്ലടാ. നീ ഒന്ന് മിങ്കിളാവട്ടെ. ഒന്ന് പോടാ. ഏതെങ്കിലും പിള്ളേരെ പറയടാ, നീയൊക്കെ എന്തോ പറയുന്നു? കോഴി വായി നോക്കി എൻ്റെ അമ്മമ്മയാണ് പൂവൻ. അപ്പൊ നിനക്കൊക്കെ എന്തോ ആവല്ലേ? ഇതാടാ പറയുന്നത് കർമ്മ കർമ്മ കർമ്മ. എന്ത് കുറുമയോ? ഊരടാ. അവളുടെ പേരറിയത്തില്ല, വീടും അറിയത്തില്ല, ബാച്ച് ഏതാന്ന് പോലും അറിയത്തില്ല. അതിനവൾ സിംഗിൾ ആണോ എന്നും അറിയത്തില്ല. അതും ശരിയാണ്. പേര് പല്ലവി, വീട് പടനിലം, CS ബാച്ച്. വഴി ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണുന്നില്ലോടാ. അതില്ലേലും അങ്ങനെ ആവശ്യമുള്ളപ്പോ ഒരു തെണ്ടിയും കാണത്തില്ല. ഇനി ആ വീടെങ്ങാനും ആണോ? വെള്ളയും വെള്ളം ഇട്ടുണ്ടോ? അയാളോട് ചോദിച്ചാൽ എവിടെടാ അവള്? ഇതാരാ സഞ്ചിയൊക്കെ തൂക്കി? നരേന്ദ്രപ്രസാദോ? ഇതെന്റെ അച്ഛനാണ് സാർ. I see. ഇങ്ങനെ കണ്ടിട്ടാ നരേന്ദ്രപ്രസാദ് ലുക്ക്. ഉം. ഒന്ന് ഒരുങ്ങി വന്ന മമ്മൂട്ടി ലുക്കാ. ഒരൊറ്റ തള്ള. തള്ളൊന്നുമല്ല സാർ. എന്തായാലും എന്റെ അച്ഛൻ ഇവനേക്കാൾ ലുക്കാ. അത് കറക്റ്റാ. ആ ലുക്കൊക്കെയാണ് സർ, പക്ഷെ ലേശം ഭ്രാന്തുണ്ട്. ഭ്രാന്ത് നിനക്ക്. അവന്മാരും വന്നില്ലോടാ. ഞങ്ങളൊരു 1/2 മണിക്കൂർ കൊണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത്, ആരും കണ്ടില്ല. എടാ അതല്ല ഏതാടാ അവള്? ഏതവള്? എടാ ഇന്നലെ നമ്മൾ സ്ട്രൈക്കിനകത്ത് കണ്ടില്ലേ അവള്? ഏത്? ആ ചുരുണ്ട മുടിക്കാരിയാ? ഏയ് ചുരുണോടിയല്ല, ഒരു ബ്ലാക്ക് ചുരിദാറിട്ട് വന്നില്ലേ അവള്. എനിക്കങ്ങനെ അറിയത്തില്ല. ഇനി ഇവനെങ്ങാണ് അറിയായിരിക്കും. ആർക്കിവനാ? ആ ബെസ്റ്റ്. പെണ്ണിന് പകരം പന്നിനെ പ്രണയിച്ചവനാണ് നീ ചോദിക്കാൻ പോകുന്നത്. ആളെ എനിക്കറിയാം. എനിക്കറിയാവുന്ന ഒരാളുടെ മോളാ. അപ്പൊ നിനക്കറിയാം? ആ അറിയാടാ. എങ്കിൽ ബാക്കി പറയലിയ. പറയാം പിടക്കാതെ പറയാം. ഒരു 10 രൂപ ഉണ്ടായിരുന്നു. അവൻ്റെ 10 രൂപ ഉണ്ടാ? ആ കൊള്ളാലോ. നിനക്ക് വീടൊക്കെ കറക്റ്റായിട്ട് അറിയോ? അറിയാവടാ, നീ പോ. ഇതെങ്ങാനും എടാ ഇതല്ല അവളുടെ വീട്. ആണാണ്, അതാ വീട്. ഇതെങ്ങാനും ആണോ? എന്താടാ എന്താടാ? എന്താ എന്താ പറ്റിയടാ? എടാ നീ പെട്രോൾ അടിച്ചില്ലായിരുന്നോ? വണ്ടി ഓഫ് എടുത്ത് വെച്ചിട്ട് പെട്രോൾ അടിക്കാനാടാ? ചായ മണം കയറ്റി നിനക്ക് ഓർമ്മയില്ല? പൊന്നളെ ഞാനിവിടെ ഫണ്ട് കിട്ടാൻ വേണ്ടി ഒന്ന് കള്ളം പറഞ്ഞാടാ. കട്ടയ്ക്ക് കൂടെ നിന്നോ? ഓ ആക്ടിങ് ആണല്ലേ. നീ പറയണ്ടേ, ഞാൻ കട്ടക്ക് കൂടെ ആയിക്കോടാ. പോവാടാ. മൊത്തം എനിക്ക് അറിയാവുന്ന എന്റെ ആൾക്കാരെ. പൊന്നളെ നീ ടെൻഷൻ ആകലേ. നീ കേക്ക് നീ. കൂളാവ്. പോവാടാ. ഇപ്പൊ പോ. ഏയ് ഇത് തന്നെയാണ് എന്റെ വീട്. അവസാനം വേറെ വല്ല വീട് കാണിച്ചു അടി അങ്ങനെ മേടിച്ചു തരുമോ? എടാ പക്ഷെ അവളെ വെളിയിലൊന്നും കാണുന്നില്ലല്ലോ. ഓ പിന്നെ നിന്നെ ഇപ്പൊ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വരാൻ പോകരുത്. പോടെ എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചാട്ടം വരുന്ന പാടെ പോവാടാ. അറിയാം. ആ ശരി, പുള്ള നിന്നെ തന്നെ നോക്കി വരുന്നു. പുള്ളുടെ മോളെ നിന്നെ കൊണ്ട് കെട്ടിപ്പിക്കാൻ. എനിക്ക് അറിയാവുന്ന ആൾക്കാരോട് ഇവിടെ ഇല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവനെ വിളിച്ചോണ്ട് വരണ്ടത്. ഈ മൊത്തം സീനാക്കും, ചുമ്മാ ആവശ്യമില്ല. ഇനി എന്റെ നെഞ്ചത്ത് കയറും മൊത്തം കൂടി. ഒന്ന് പോടാ അവിടുന്ന്. കുറെ നേരമായിരുന്നു നീ കിടന്ന്. നീ വണ്ടി നോക്കാതെ അവളെ നോക്കാൻ നോക്കൂ ചുമ്മാ. എന്താ മക്കളെ ഇവിടെ പെട്രോള് തീർന്നായിരുന്നു. പെട്രോൾ ഇവിടെ വരുമ്പോ എല്ലാത്തിനും പെട്രോൾ അങ്ങ് തീരുമല്ലോ. ഇതിനു മുമ്പാണെങ്കിൽ ശ്രീബുദ്ധക്കുള്ള അന്വേഷിച്ച് കുറെ പേരോട് വന്നായിരുന്നു. മാമ ഈ ശ്രീബുദ്ധ പഠിക്കുന്ന ആരെല്ലാം ഉണ്ട് ഇവിടെ? ഇവിടെ ശ്രീബുദ്ധയെ പഠിക്കുന്ന ഇവിടെ ആരും ഇല്ലല്ലോ. പേര് വീട്ടുകാരെല്ലാം അറിയാം മോനെ. മുടിയൊക്കെ നീട്ടി വളർത്തിയേ. മുടി വളർത്തി ആരും ഈ ഏരിയയിലും പയ്യന്മാരും ഇല്ല. ആ പിള്ളേരെ എനിക്ക് അറിയത്തേ ഇല്ല മുടി നീട്ടി വളർത്തിയവരെ. പെണ്ണല്ല ആണാ? ആണല്ലോ പെണ്ണ. പെണ്ണല്ലേ? ആ ഇവിടെ ശ്രീബുദ്ധയെ പഠിക്കുന്ന ഒരു കുട്ടി. നോക്കാം. മോളെ നീ എന്തോ എടുക്കുക? ഇങ്ങോട്ട് തന്നെ. എന്താ അച്ഛാ? മോക്കെ വരെ അറിയാവോ? ഇവന്റെ പെട്രോൾ ഈ കറക്റ്റ് ഈ സ്ഥലത്ത് വെച്ചാൽ ഈ സ്പോട്ട് വെച്ചാൽ എന്തുവാണ് ഇവിടുത്തെ എയറിന്റെ പ്രശ്നം? വന്നോണ്ടല്ലോ നിന്റെ അടിച്ച് ചൗക്കറ്റ് പൊടിച്ചോളാം. അല്ലേലും ഈ ഫ്രണ്ട്സിനെ കൊണ്ടുള്ളൊരു ഗുണം ഇതാ, നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും കട്ടയ്ക്ക് കുടങ്ങിക്കും. അത് പ്രണയമാണെങ്കിലേ ഡബിൾ ഓക്കെയാ. അല്ലെങ്കിലും വെല്ലവന്റെ പ്രണയത്തിന് ഇവന്മാർക്ക് ഭയങ്കര ധൈര്യവാ. സ്വന്തം കാര്യം വരുമ്പോഴാ. സാറേ ഇവളെ എൻ്റെ കൂട്ടുകാരെ കുറ്റം പറഞ്ഞല്ലോ. അവന്മാരത്ര കുഴപ്പക്കാരൊന്നുമല്ല. എന്തിനും കൂടെ കാണും. രാവിലെ എഴുന്നേക്കുന്നു, കുളിച്ച് അമ്പലത്തിൽ പോകുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലും പഠിക്കാനിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യും, പുറത്തോട്ട് നടക്കുന്നു. ആ പിന്നെ ഞങ്ങൾ സ്ഥിരീകരിക്കാറുള്ള മതിലിൻ്റെ അവിടെ ഇങ്ങനെ വന്നിരിക്കും. അങ്ങനെയുള്ളവന്മാരെ പറ്റിയാണ് ഇവള്. ആഹാ നല്ല പിള്ളേരാണല്ലോ. അയ്യോ സാർ ഈ പറഞ്ഞത് മൊത്തം അങ്ങ് വിശ്വസിച്ചു. പിന്നല്ലാതെ. അവൻ പകുതി മാത്രമേ പറഞ്ഞോളൂ, ബാക്കി ഞാൻ പറയാം. അല്ലെങ്കിൽ തന്നെ സാറിന് തോന്നുന്നുണ്ടോ സ്വന്തം കൂട്ടുകാരെ പറ്റി ഇവന്മാര് മോശം പറയുമെന്ന്? ഇല്ല. ശരിയാ, ഇവന്മാർ അമ്പലത്തിലൊക്കെ പോവും,
എന്തിനാ? എന്തിനാ? കുന്തം വായി നോക്കാൻ. അത് ശരി. ഗേൾസിനെ ഒന്നും കാണുന്നില്ലല്ലോ. ഭഗവാൻ വരെ ഇറങ്ങിയോടും ഇവന്മാരെ വായ്നോട്ടം കണ്ട്. പിന്നെന്തുവാ പഠിക്കാനിരിക്കുമെന്നോ? നാട്ടിലുള്ള സകല പെൺകുട്ടികളുടെ പേരും നാളും പോരാത്തിന് ഇവളുമാർക്കൊക്കെ ലൈൻ ഉണ്ടോ ഇല്ലയോ എല്ലാം അറിയാം. ലവ് ലെറ്റർ എഴുത്താ ഇവന്മാരെ മെയിൻ പരിപാടി. എന്നിട്ടാ ഇവന്മാരെ വലിയ പുണ്യാളന്മാരാക്കുന്നു. സാർ ഈ കല്യാണം കഴിച്ച ഏത് പെണ്ണിനോട് വേണേലും ചോദിച്ചോ, അവരുടെയൊക്കെ മെയിൻ പ്രശ്നം ഇതുപോലുള്ള കൂട്ടുകാരന്മാരായിരിക്കും. കോള് വരുന്നു. ഹലോ, സ്കൂൾ വിട്ടു. സാറിന് തോന്നുന്നുണ്ടോ മതിലിന്റെ പുറത്ത് ഇവന്മാര് ചുമ്മാ ഇരിക്കുവാന്ന്? സമയം കുറെ ആയല്ലോടാ, ഒറ്റയിടത്തിനും കാണുന്നില്ലല്ലോ. എടാ പല്ലവി പോയോ? അറിയത്തില്ലടാ. ഹായ് കിളികൾ, ചിഞ്ചു മഞ്ചു രഞ്ജു ഇങ്ങോട്ടാണ്. പോടപട്ടി. വേണ്ടായിരുന്നു. ഇവന്മാര് നാറ്റിക്കും. സാർ ഇവള് പറയുന്ന കേട്ടാ തോന്നും ആമ്പിള്ളേർ മാത്രമേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ. ആമ്പിള്ളേരൊക്കെ വായനോട്ടത്തിൽ എന്ത് ദക്ഷിണ വശം മാറി നിൽക്കും. സാർ ആമ്പിള്ളേർ നോക്കത്തില്ല ഇങ്ങനെ അട്ടിമുട്ടി അങ്ങ് നോക്കുന്നു. ഇനി വായനോട്ടം അതങ്ങ് പോട്ടെന്ന് വെക്കാം. സിഗരറ്റ് വലിക്കും, ബിയറടിക്കും, എല്ലാ കൂറ പരിപാടിക്കും. ബിയറോ? ആ ബിയറും അടിക്കും, കളറും അടിക്കും. ഇനി എന്തൊക്കെ ഉടായ്പുണ്ടോ അതെല്ലാം ചെയ്യും. എന്നിട്ട് വീട്ടിന് പുറത്തു പോയാലോ? ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നല്ല കുഞ്ഞുങ്ങൾ. കണ്ണുടച്ച് പാല് കുടിക്കുന്ന ആരും അറിയുന്നില്ലെന്നാ ഇവിടെയൊക്കെ വിചാരം. ഇൻസ്റ്റഗ്രാമിലുണ്ടോ? വാട്സാപ്പിലോ? എടുക്കണ്ടേ? ആ ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ തരാം. ഒന്ന് പോ സാറേ. പല്ലവിയുടെ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ടും ഗൗതം വീണ്ടും പല്ലവിയെ കാണാൻ പോയോ? അതോ പേടിച്ചോ?